രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതി 13ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ശ്ലോകവും അത് കഴിഞ്ഞ് 14ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വന്ദന ശ്ലോകവുമാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിനു മുൻപുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് നാരായണീയമുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയമുണ്ട്, നിശ്ചയമായും കാണണം. പിന്നെ വ്യാഴം അഷ്ടപതി, വെള്ളി മോക്ഷം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ധർമ്മപദമുണ്ട്. അപ്പം രാധയുടെ പ്രണയം ഏതാണ്ട് 100 എപ്പിസോഡ് കഴിഞ്ഞ് 103 എപ്പിസോഡായി കഴിഞ്ഞു. അപ്പം 100ാമത്തെ എപ്പിസോഡിൽ ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് നമുക്ക് രാധയുടെ പ്രണയത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്. അത് നമ്മൾ ഓരോ വീഡിയോയിലും ചേർക്കുകയാണ്. അതേ കണക്ക് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ വീഡിയോകൾ നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണേ. അതേ കണക്ക് ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. അത് കേൾക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 96453339 എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം
ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇപ്പം നിങ്ങൾ രാധയുടെ പ്രണയത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊള്ളൂ. രാധേ രാധേ. രാധയുടെ പ്രണയം എന്ന ചാനൽ വളരെ ആകസ്മികമായി കണ്ട ഒരാളാണ് ഞാൻ. എന്തോ യൂട്യൂബിൽ അത്യാവശ്യമായി സെർച്ച് ചെയ്യുന്ന ഒരു സമയത്താണ് രാധയുടെ പാദങ്ങൾ കൃഷ്ണന്റെ തലയിൽ നിന്നുള്ള വീഡിയോ കാണാനിടയായത്. എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ എന്നുള്ള കൗതുകം കൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുകയും ആശ്ചര്യം എന്നോണം അതെന്നെ ഓരോ വീഡിയോ പ്ലേ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇപ്പം മുന്നേയുള്ള ഓരോ വീഡിയോ കണ്ടു. ഇത് കൂടാതെ ഓരോ ചൊവ്വാഴ്ചയും 12 മണിയാവാൻ കാത്തിരിക്കുകയായിരുന്നു പിന്നീടുള്ള ഇങ്ങോട്ടുള്ള കാലങ്ങൾ മുഴുവൻ. ഇന്നും അത് തുടരുന്നു. ഭഗവാന്റെ ഭക്തരിൽ തന്നെ വളരെ കുറച്ച് പേരിലേക്ക് എത്താൻ ആഗ്രഹിച്ച കഥകളാണ് രാധേ രാധേ ചാനലിലൂടെ ദിലീപ് സാർ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. ചാനലിൽ കഥകൾ കേൾക്കുന്ന എല്ലാവരെയും രാധാകൃഷ്ണന്മാർ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം ഈ കഥ പറഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കാൻ ദിലീപ് സാറിന് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ രാധാറാണിയും നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. രാധയുടെ പ്രണയം എന്ന എപ്പിസോഡുകൾ കഴിവതും മുടങ്ങാതെ കാണുന്നുണ്ട് ഞാൻ. വളരെ ഭംഗിയായിട്ട് കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയം, അതിവിശുദ്ധമായ ആ പ്രണയത്തിനെ പറ്റി നന്നായി സാറ് വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ വൃന്ദാവനത്തിലെ ഓരോ ആൾക്കാരെ പറ്റിയും അത് വ്യക്തമായ ചിത്രം കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. വൃന്ദാവനത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും അതിഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. വൃന്ദാവനത്തിനെ പറ്റി നല്ലൊരു പിക്ചർ വിവരിച്ചു തരുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ വൃന്ദാവനത്തിൽ പോയിട്ടില്ല. പോകുമ്പോഴത്തേക്കുള്ളൊരു ഒരു സഹായിയായിട്ട് മാറിയിട്ടുണ്ട് സാറിൻ്റെ ഈ സംഭാഷണം. അതേപോലെ തന്നെ ഒരു നിസ്വാർത്ഥമായ ആ പ്രണയം ഇന്ന് നമ്മുടെ ലോകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആ നിസ്വാർത്ഥമായ പ്രണയം ഇവിടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക രീതിയിൽ അതിനെപ്പറ്റി പണ്ടൊരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുമാണ്, വായിച്ചിട്ടില്ലാത്ത രീതിയിലുമാണ് സാർ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. ജയ് ശ്രീ രാധേ രാധേ, രാധേ രാധേ, രാധേ കൃഷ്ണ. നമ്മുടെ രാധയുടെ പ്രണയം 100ാമത്തെ എപ്പിസോഡായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ട് ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ഇത്രയും എപ്പിസോഡുകളൊക്കെ ഇതിങ്ങനെ പോകുന്നു അറിയണ്ടായിരുന്നില്ല. പക്ഷെ രാധാറാണിയുടെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കഥകൾ സാറ് പറഞ്ഞ് നമ്മൾ കേട്ടു. ഒരുപാട് ആൾക്കാർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കുകയും സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് ചിലർക്ക് ലിങ്ക് അയച്ചു കൊടുത്തു. ഒരാൾക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റ് അടക്കം സെൻഡ് ചെയ്ത് കൊടുത്ത്, അങ്ങനെ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ ആളുകളെ രാധാറാണിയുടെ ഭക്തരാക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. അത് ചിലർക്ക് കിട്ടേണ്ടതാണ് എന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഞാനിത് പറയാറുള്ളൂ. അല്ലാത്തവർക്കൊന്നും സജസ്റ്റ് ചെയ്യാറില്ല. കാര്യം യൂട്യൂബിൽ കുറേ വീഡിയോ ആളുകൾ കാണും, അങ്ങനെ ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് അർഹതപ്പെട്ട ചില ആളുകൾക്ക് മാത്രം ചെല്ലാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ എനിക്ക് തോന്നുന്നവർക്ക് മാത്രമാണ് അയച്ചു കൊടുക്കണേ. സാറിന് എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ. സർ, എൻ്റെ പേര് ദിവ്യ. ഞാനൊരു ചെറിയ കൃഷ്ണഭക്തയാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ ഭക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് യൂട്യൂബിൽ, ഹിന്ദിയിലും മലയാളത്തിലും ആയിട്ട്. എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഇത്രയും വിശദമായി, ഇത്രയും ക്ലിയറായി രാധാദേവിയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിലും പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് രാധാദേവിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. അത് സാധിച്ചത് സാറിൻ്റെ രാധേ രാധേ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ്. സത്യം പറഞ്ഞ സാറേ, ഞാൻ ഇന്ന് കൃഷ്ണഭക്തയായിരുന്ന ഞാൻ ഇന്നൊരു രാധാഭക്തയായി മാറിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം രണ്ടാളെയും ഒരുപോലെ ഇഷ്ടമാണ്. അതിലൊരു പടിയെങ്കിലും മേലെ രാധാദേവി ഇന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് ദിലീപ് സാറാണ്. അതിലൊരുപാട് എനിക്ക് സന്തോഷമുണ്ട്. സാറിൻ്റെ ഈ ചാനലിൽ 100ാമത്തെ എപ്പിസോഡ് തികയാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷങ്ങളും ഒപ്പം ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളത് കേട്ടല്ലോ. ഇനി നമുക്ക് ഇത് പാടിത്തരുന്നത് ജിജിന ജിതിനാണ്, നമ്മുടെ ദക്ഷയുടെ അമ്മ. അപ്പൊ ജിജിന ജിതിൻ അതിമനോഹരമായി ഈ ശ്ലോകം പാടിത്തരുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. തത്കിം കാമഭി കാമിനീമഭിസൃത കിം വാ കലാകേളിഭിർ ബദ്ധോ ബദ്ധുബിരന്ധ കാരിണീ വനോപാന്തേ കിമു ഭ്രാമ്യതി കാന്ത ക്ലാന്തമനാ മനാഘഭി പധി പ്രസ്ഥാതു മേവാക്ഷമാ സങ്കേതീകൃതമഞ്ജു വഞ്ചുളലതാ കുംജേ അഭിയന്നാഗത. അപ്പോൾ നമ്മുടെ ജിജിന ജിതിൻ അത് പാടി തന്നത് കേട്ടല്ലോ. ഇനി ശ്ലോകം നോക്കേ. തത്കിം കാമപി കാമിനി മഭിസൃത കിം വാ കലാ കേളിഭിർ ബദ്ധോ ബന്ധുഭി രന്ധകാരിണി വനോപാന്തേ കിമു ഭ്രാമൃതി കാന്ത ക്ലാന്ത മനാ മനാഗപി പഥി പ്രസ്താതുമേവാക്ഷമ സങ്കേതീകൃത. അതാണ് സങ്കേതീകൃത മഞ്ചു വഞ്ചുള ലത കുഞ്ചേ അഭിയന്നാഗത. അർത്ഥം എഴുതിക്കോ. തത്കിം, തത്കിം എന്തുകൊണ്ടാണ്, തത്കിം എന്തുകൊണ്ടാണ്, കാമഭി കാമിനി അർത്ഥം എഴുത് മറ്റൊരു സുന്ദരിയുടെ, കാമഭി കാമിനി മറ്റൊരു സുന്ദരിയുടെ, അഭിസൃതൻ അഭിസൃതൻ സമീപിച്ചവൻ, സമീപിച്ചവൻ, കിം എന്തുകൊണ്ട്, കലാകേളി എന്ന് പറഞ്ഞാൽ വിലാസലീല, രതിലീല എന്നാണ് രതിലീല, ബദ്ധോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കെട്ടിയിട്ടിരിക്കുന്നു എന്നർത്ഥം, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ബന്ധുബി ബന്ധുബി ബന്ധുക്കളിൽ, ബന്ധുബി ബന്ധുക്കളിൽ, അന്ധകാരിണി അന്ധകാരിണി കൂരിരുട്ട് നിറഞ്ഞ, അന്ധകാരിണി കൂരിരുട്ട് നിറഞ്ഞ, വനോപാന്തേ വനോപാന്തേ കാട്ടിൽ, കൂരിരുട്ട് നിറഞ്ഞ കാട്ടിൽ, കിമുഭ്രാമൃതി കിമുഭ്രാമിതി ചുറ്റിത്തിരിയുകയായിരിക്കുമോ, ചുറ്റിത്തിരിയുക ആയിരിക്കുമോ. അർത്ഥം എഴുതണം. കിമുഭൃതി ചുറ്റിത്തിരിയുക ആയിരിക്കുമോ. കാന്ത കാന്ത ഭർത്താവ്, ക്ലാന്തമന ആശയക്കുഴപ്പത്തിൽപ്പെട്ട്, ക്ലാന്തമന ആശയക്കുഴപ്പത്തിൽപ്പെട്ട്, പതി വഴി, മന അല്പം, മന അല്പം, പതി വഴി,
പതി വഴി. ഇനി മനാക്പി പതി, മനാക്പി പതി വഴിയറിയാതെ, മനാഗ്നി പതി വഴിയറിയാതെ. പ്രസ്താദു, പ്രസ്താദു പുറപ്പെടുക, പ്രസ്താദു പുറപ്പെടുക. മേവാക്ഷമ കഴിയാതെ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയാതെ എന്നർത്ഥം. അപ്പൊ കഴിയാതെ, അൺഎബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് പിരിച്ചെഴുതുമ്പോൾ ഏവ അധികം അക്ഷമ. നോക്കേ, സാങ്കേതീകൃത, സങ്കേതമായി തീരുമാനിക്കപ്പെട്ട, സാങ്കേതീകൃത സങ്കേതമായി തീരുമാനിക്കപ്പെട്ട. മഞ്ജു മനോഹരം, മഞ്ജു മനോഹരം. വഞ്ചുള, വഞ്ചുള ഈറ ചൂരൽ, മഞ്ജുള ഈറ ചൂരൽ. ലതാ കുഞ്ചേ, ലതാ നികുഞ്ചത്തിൽ. ന ആഗത, ന ആഗത വന്നില്ല, ആഗത വരിക, ന ആഗത വന്നില്ല. അഭിയന്നാഗത, അഭിയന്നാഗത വരാതിരിക്കുക, അഭിയന്നാഗത വരാതിരിക്കുക. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. രാധാറാണി പറയുകയാണ്, എൻ്റെ കാന്തൻ, എൻ്റെ പതി, എൻ്റെ ഭർത്താവ് ശ്രീകൃഷ്ണൻ സങ്കേതമായി നിശ്ചയിക്കപ്പെട്ട മനോഹരമായ ഈ ഈറ കൊണ്ട് നിർമ്മിച്ച, അതാണ് ആറ്റുവഞ്ഞി, അതുകൊണ്ട് നിർമ്മിച്ച ലതാഗ്രഹത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തത് എന്തുകൊണ്ടാണ്? രാധാറാണി സ്വയം ചോദിക്കുകയാണ്. എന്നിട്ട് സംശയങ്ങളാണിനി. കൃഷ്ണൻ മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ പോയിരിക്കുകയാണോ? അവളെ വിട്ടിട്ട് വരാൻ കഴിയാതിരിക്കുകയാണോ? അതോ കൃഷ്ണൻ ബന്ധുക്കളുമായുള്ള ലീലകളിൽ മുഴുകിയിരിക്കുകയാണോ? കൂരിരുട്ടുള്ള കാട്ടിൽ വഴി അറിയാതെ എൻ്റെ കാന്തൻ, എൻ്റെ കണ്ണൻ ചുറ്റിത്തിരിയുകയാണോ? ആകെ ക്ഷീണിച്ച് അല്പം പോലും നടക്കാതിരിക്കാൻ കഴിയുകയാണോ? നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണോ എൻ്റെ പ്രിയപ്പെട്ട കണ്ണൻ? ഇനി നമുക്കത് വിവരിക്കാം. ഇവിടെ കൃഷ്ണൻ തന്നെ തേടി എത്തും. നേരത്തെ തന്നെ കൃഷ്ണൻ തന്നെ തേടി നേരത്തെ തോഴിയിലൂടെ, അതായത് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ എന്നെ കാണാൻ വരണമെന്ന് രാധാറാണി തോഴിയോട് പറഞ്ഞയച്ചത്. അപ്പം രാധാറാണി തോഴിയോട് പറഞ്ഞു, നീ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് പറയണം, ഞാൻ നമ്മുടെ സ്ഥിരം കാണുന്ന സങ്കേതത്തിൽ ഇന്ന് വന്നിരിക്കും. അപ്പൊ കൃഷ്ണൻ അവിടെ എത്തിച്ചേരണം, ഇത്ര സമയമാകുമ്പോൾ എത്തിച്ചേരണം എന്ന് തോഴിയുടെ അടുത്ത് രാധാറാണി പറഞ്ഞയച്ചു. പക്ഷേ അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ സാധാരണഗതിയിൽ രാധാറാണി പറയുന്ന സമയത്തിന് മുമ്പേ എത്തുന്നതാണ് കൃഷ്ണൻ. ഇന്ന് സമയം കഴിഞ്ഞിട്ടും എത്തുന്നില്ല. അതോടുകൂടി കൃഷ്ണനെ കാണാഞ്ഞ് വിരഹിണിയായ രാധാറാണി ഉത്കണ്ഠപ്പെടുകയാണ്. കൃഷ്ണൻ വരാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് രാധാറാണി സ്വയം ഇരുന്ന് ഊഹിക്കുകയാണ്. രാധാറാണി പറയുകയാണ്, വേദസ ലതാ നികുഞ്ചത്തിൽ, അവിടെയാണ് വരാൻ പറഞ്ഞിരിക്കുന്ന. ആ നികുഞ്ചത്തിൻ്റെ പേരാണ്, അതൊന്നും ആ ബുക്കിലില്ല, ഞാൻ പറഞ്ഞത് ഏതാണ്, വേദസ ലതാ നികുഞ്ചത്തിൽ എത്തണമെന്നാണ് തോഴിയുടെ അടുത്ത് കൃഷ്ണനോട് പറയാൻ ഏൽപ്പിച്ചത്. അങ്ങനെ തോഴി എന്ന് കൃഷ്ണനോടത് പറഞ്ഞു കാണണം. എന്നിട്ടും കൃഷ്ണൻ വരുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? രാധാജിക്ക് സംശയം തോന്നുകയാണ്. ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, കൃഷ്ണൻ മറ്റേതെങ്കിലും സുന്ദരികളായ ഗോപികമാരുമായിട്ടിരുന്ന് ശൃംഗരിക്കുകയാണോ? അതാണ് ഒന്നാമത്തെ സംശയം. പക്ഷേ രാധാറാണി തന്നെ സ്വയം ആശ്വസിക്കാൻ വേണ്ടി അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നു. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കൃഷ്ണന് കഴിയുമോ? പറ്റത്തില്ല. കൃഷ്ണന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഇവിടെ കാത്തിരുത്തിയിട്ട് മറ്റൊരു പെണ്ണുമായി സല്ലപിക്കാൻ കൃഷ്ണന് പറ്റുമോ? ഏയ്, കൃഷ്ണന് പറ്റത്തില്ല. കണ്ടോ, രാധാറാണി ഒരു സംശയം ചോദിക്കുന്നു.
എന്നിട്ട് ആ സംശയം അസ്ഥാനത്താണെന്ന് രാധാറാണി സ്വയം പറഞ്ഞ് ആശ്വസിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി രാധാറാണിയുടെ രണ്ടാമത്തെ സംശയം, കൃഷ്ണന്റെ ഗോപസ്ത്രീകളായ കൂട്ടുകാരികളുണ്ടല്ലോ, കൃഷ്ണന്റെ ഏറ്റവും വലിയ കൂട്ടുകാരികളാണ് ഗോപസ്ത്രീകള്. അവര് കൃഷ്ണനെ തടഞ്ഞു വച്ചിരിക്കുകയാണോ? എന്നിട്ട് കൃഷ്ണന്റെ ശൃംഗാര കുസൃതികൾ ഇങ്ങനെ ആസ്വദിക്കുകയാണോ? അതിനു വേണ്ടി എൻ്റെ കണ്ണനെ ബലമായി പിടിച്ചു വച്ചിരിക്കുകയാണോ? ഇത്രയും ചിന്തിച്ചിട്ട് രാധാറാണി തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തും. സ്വയം സമാധാനിക്കാൻ, അതിന് സാധ്യതയില്ല, അതിന് സാധ്യതയില്ല. നേരം ഇരുട്ടുന്നത് എൻ്റെ കൃഷ്ണൻ അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കൃഷ്ണനെ അവർ തടഞ്ഞു വെച്ചാലും അവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് എൻ്റെ കണ്ണൻ എന്നെ കാണാൻ വരും. കാരണം എന്നെ കാണാതെ അവൻ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാധാജി തന്നെ സംശയിക്കും, രാധാജി തന്നെ അതിൻ്റെ ഉത്തരവും കണ്ടെത്തും. ഇനി രാധാറാണിയുടെ മൂന്നാമത്തെ സംശയം, കൂരിരുട്ടുള്ള കാട്ടില് വഴി അറിയാതെ എൻ്റെ കണ്ണൻ ചുറ്റിത്തിരിയുകയാണോ? എന്തൊരിരുട്ടാണ് ഇവിടെ, കുറ്റാക്കുറ്റിരുട്ടാണ്. ഈ ഇരുട്ടത്ത് വഴി അറിയാൻ വയ്യാതെ എൻ്റെ കണ്ണൻ എന്നെ തേടി അലയുകയാണോ? എന്നിട്ട് രാധാറാണി തന്നെ അതിനുത്തരം കണ്ടെത്തുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ല. കാരണം അവൻ ഈ കാട്ടിലെ ഓരോ വഴികളും സുപരിചിതമാണല്ലോ. എന്നു മാത്രവുമല്ല, ഞങ്ങൾ ഈ സങ്കേതത്തിൽ ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്. നിരവധി തവണ ഞങ്ങൾ ഈ സങ്കേതത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അവന് വഴി നല്ലവണ്ണം അറിയാം. എൻ്റെ കണ്ണന് വഴി തെറ്റത്തില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? അതാണ് രാധാറാണി ചിന്തിക്കുന്നത്. 3 സംശയങ്ങൾ കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തായിരിക്കും? അപ്പൊ 4ാമത്തെ സംശയം, എന്നെ കാണാത്തത് കൊണ്ടുള്ള വിരഹം താങ്ങാൻ കഴിയാതെ, നടക്കാൻ പോലും കഴിയാതെ എൻ്റെ പാവം കൃഷ്ണൻ എവിടെയെങ്കിലും ഇരിക്കുകയാണോ? 4ാമത്തെ സംശയം അതാണ്. എൻ്റെ കൃഷ്ണൻ അവൻ എന്നെ കാണാത്തത് കൊണ്ട് ദുഃഖിതനായിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ രാധേ രാധേ എന്ന് വിലപിക്കുകയും അവന് നടക്കാൻ പോലും വയ്യാതെ അവൻ എവിടെയെങ്കിലും തളർന്നിരിക്കുകയാണോ എൻ്റെ കണ്ണൻ? എൻ്റെ കണ്ണാ, നിനക്കെന്തു പറ്റി കണ്ണാ? ഞാൻ വരണമെന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് ഓടിയെത്തുന്ന എൻ്റെ പൊന്നു കണ്ണാ, നീ എവിടെ, നീ എവിടെ? ഇങ്ങനെ വിലപിക്കുകയാണ് രാധാറാണി. വളരെ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് രാധാറാണി എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഈ ശ്ലോകത്തിലൂടെ വിവരിക്കുന്നത്. അതാഗതാം മാധവമന്ദരേണ സഖീമിയം വീക്ഷ്യമീഷാദമൂകാം വിശങ്കമാലാ രമിതം കയാപി ജനാർദ്ദനം ദൃഷ്ടവദേതദാഹ. ഇനി നമുക്ക് അടുത്ത 14 അധ്യായം 14 അഷ്ടപതി 14 1ാമത്തെ വന്ദന ശ്ലോകമാണ്. അഥാഗതാം മാധവമന്ദരേണ സഖീമിയം വീക്ഷ്യ വിഷാദമൂകാം വിശങ്കമാന രമിതം കയാപി ജനാർദ്ദനം ദൃഷ്ടവദേതദാഹ. അർത്ഥം എഴുതിക്കോ. അഥ, അഥ സമം അനന്തരം, അഥ സമം അനന്തരം. ആഗതാം വരുക, ആഗതാം വരുക. അത് ചേർത്തെഴുതുമ്പോൾ ഒറ്റ വരി അഥാഗതാം എഴുതിവൈ. അഥാഗതാം സമം ഇട്ടിട്ട് അഥ അധികം ആഗതം, അനന്തരം വരുക എന്നാണ് അർത്ഥം. അനന്തരം വരിക എന്നാണ് അർത്ഥം. മാധവൻ, അതിപ്പോ അറിയാം, ശ്രീകൃഷ്ണൻ. അന്തരേണ, അന്തരേണ ഇല്ലാതെ,
അന്തരേണ ഇല്ലാതെ, കൃഷ്ണനില്ലാതെ എന്നർത്ഥം. മാധവമന്തരേണ ചേർത്തെഴുതും. ആദ്യം അന്തരേണ സമം ഇല്ലാതെ, ഇനി മാധവമന്തരേണ സമം ഇട്ടിട്ട് കൃഷ്ണനില്ലാതെ. സഖീമിയം അർത്ഥം സഖിയെ, സഖിയെ വീക്ഷ്യ, വീക്ഷ്യ കണ്ടിട്ട്. വിഷാദമൂഖാം അർത്ഥം ദുഃഖം കൊണ്ട് മിണ്ടാൻ കഴിയാതെ. വിഷാദം ദുഃഖം, മൂകം മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ വിഷാദമൂഖം ദുഃഖം കൊണ്ട് മിണ്ടാൻ കഴിയാതെ ഇരിക്കുന്നു. വിശങ്കമാന, വിശങ്കമാന സംശയിച്ചുകൊണ്ട്, സംശയിച്ചുകൊണ്ട്. രമിതം രമിക്കുക, രതിലീലയിൽ ഏർപ്പെടുക. കയാബി, കയാബി ഏതോ പെൺകുട്ടിയാൽ, കയാബി ഏതോ പെൺകുട്ടിയാൽ. ജനാർദ്ദന എന്നുവെച്ചാൽ കൃഷ്ണ. ദൃഷ്ടവത്, ദൃഷ്ടവത് അർത്ഥം എഴുത് കണ്ടിട്ടെന്ന പോലെ, കണ്ടിട്ടെന്ന പോലെ. ദേദദാഹ, ദേദദാഹ അതിനെ പിരിച്ചെടുത്ത് ഏതത് അധികം ആഹ, ഏതത് അധികം ആഹ സമം ഇങ്ങനെ പറഞ്ഞു. ആദ്യം മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തരാം. അനന്തരം കൃഷ്ണനെ കൂടാതെ വന്നവളും വിഷമിച്ചിരിക്കുന്നവളുമായ സഖിയെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ മറ്റേതോ ഒരുവളുമായി രമിച്ചതായി രാധാജി സംശയിക്കുന്നു. അങ്ങനെ സംശയിച്ചുകൊണ്ട് രാധാജി തൻ്റെ കൺമുന്നിൽ കൃഷ്ണൻ മറ്റൊരു സ്ത്രീയുമായി രമിക്കുന്നത് കണ്ടിട്ടെന്ന പോലെ ഇങ്ങനെ പറയാനായി തുടങ്ങി. അതായത് രാധാറാണി തോഴിയെ ആദ്യം പറഞ്ഞയച്ചത് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാനാണ്. അങ്ങനെ പറഞ്ഞയച്ചിട്ട് എത്താമെന്ന് പറയുന്ന സമയത്തും തോഴി എത്തിയില്ല. അങ്ങനെ എത്താഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? രാധാറാണിക്ക് സംശയമായി. താൻ പറഞ്ഞുവിട്ട തോഴിയും കൃഷ്ണനും കൂടെ രതിലീലയിൽ ഏർപ്പെടുകയാണോ? അതായിരുന്നു സംശയം. ഞാൻ തോഴിയെ പറഞ്ഞു വിട്ടു, ആ തോഴിയും കൃഷ്ണനും കൂടെ രതിലീലയിൽ ഏർപ്പെടുകയായിരിക്കും എന്ന് സംശയിച്ചു. എന്നാൽ ഇപ്പൊ തോഴി തൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നു, പക്ഷേ കൂടെ കൃഷ്ണനില്ല. അത് കണ്ടപ്പോൾ ഒരു കാര്യം രാധാജിക്ക് മനസ്സിലായി, കൃഷ്ണനും തോഴിയും കൂടെ രതിലീലയിൽ ഏർപ്പെട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ തോഴി ചെന്നപ്പം ഈ കൃഷ്ണൻ മറ്റേതോ ഗോപികമാരുമായി രതിലീല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സഖി തിരിച്ചു വന്നപ്പോൾ രാധാറാണി ഉറപ്പിച്ചു, ഈ കൃഷ്ണൻ വേറെ ഏതോ സ്ത്രീയുമായിട്ട് രതിലീല നടത്തുകയാണ്. ഈ സമയത്തെ രാധാജിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ വിപ്രലബ്ധ നായികയുടേതാണ്. ഇവിടെ ജയദേവ കവി വിപ്രലബ്ധ നായികയാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് വിപ്രലബ്ധ നായിക എന്ന് പറഞ്ഞാൽ? കാമുകി ആദ്യം തങ്ങൾ സ്ഥിരം കൂടുന്ന, കാമുകനും കാമുകിയും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ആദ്യം കാമുകി എത്തും. എത്തിയതിന് ശേഷം തോഴിയെ കാമുകന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടും, ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞു. എന്നാൽ നിശ്ചയിച്ച സമയത്തും കാമുകൻ എത്താതാകുമ്പോഴേക്കും കാമുകി ഭയങ്കര നിരാശപ്പെടുകയും എന്നിട്ട് ഭയങ്കര ഉത്കണ്ഠാകുലയുമാകും. എന്നിട്ട് എന്ത് ചെയ്യും? വിലപിക്കും, പൊട്ടിക്കരയും, ദീർഘനിശ്വാസം വിടും, ചിലപ്പം ബോധം നശിക്കും. ഇവിടെ രാധാജി ഈ അവസ്ഥയിലേക്കായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് രാധാജി വിപ്രലബ്ധ നായിക എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനില്ലാതെ തോഴിയെ കണ്ടതോടുകൂടി കൃഷ്ണൻ ഇനി വരില്ല എന്നുറപ്പിച്ച് കഠിനമായ വേദനയാൽ രാധാറാണിക്ക് മിണ്ടാൻ പോലും കഴിയാതെ ഇങ്ങനെ ഇരുന്നു. സഖിയാകട്ടെ രാധാജിയെ കണ്ടിട്ട് സഖിയും വളരെ നിരാശയോടെ നിശബ്ദയായിട്ടിരുന്നു. അപ്പൊ രാധാജി പറഞ്ഞു, കൃഷ്ണൻ
വേറെ ഏതോ സ്ത്രീയുമായി രതിലീല നടത്തുകയാണ്. അത് തനിക്ക് തൻ്റെ കൺമുന്നിൽ കാണാൻ പറ്റുന്നത് പോലെ രാധാജി പറയുകയാണ്, കാണുന്നത് പോലെ കൃഷ്ണൻ ഈ സമയത്ത് ഏതോ സ്ത്രീയുമായി രതിലീല നടത്തുകയാണ്. അവളെ ആലിംഗനം ചെയ്യുന്നു, അവളെ ചുംബിക്കുന്നു. എനിക്കത് കാണാം, എനിക്കറിയാം തോഴി, നീ പറയാതെ തന്നെ എനിക്കറിയാം. ഇത്രയും പറഞ്ഞിട്ട് രാധാജി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, നീ എന്നെ കഠിനമായി വേദനിപ്പിക്കുന്നു, നീ എന്നെ കഠിനമായി വേദനിപ്പിക്കുന്നു. തോഴി കൃഷ്ണനില്ലാതെ മടങ്ങി വന്നതോടെ രാധാറാണിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. രാധാറാണി ഏതാണ്ട് മോഹാലസ്യത്തിൻ്റെ വക്കിലേക്ക് എത്തുകയാണ്. ആ ബോധം മറയുന്ന മട്ടിലേക്ക് എത്തുമ്പോഴും രാധാജി പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്തിനാ കൃഷ്ണ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാ കൃഷ്ണ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. അതെ, നൂറ്റാണ്ടുകളായിട്ട് കൃഷ്ണഭക്തരും രാധാഭക്തരും എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാ കൃഷ്ണ രാധയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാ കൃഷ്ണ രാധയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാ കൃഷ്ണ ഞങ്ങളുടെ രാധാറാണിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. കൃഷ്ണ, നീ എന്തേ രാധയെ മറന്നു, നീ എന്തേ രാധയെ മറന്നു, എന്തിനാ കണ്ണ ഞങ്ങളുടെ രാധയെ വേദനിപ്പിക്കുന്നത്. കൃഷ്ണ, രാധയുടെ കൃഷ്ണ, രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.